യേശു എന്നും എനിക്കെത്ര നല്ലവൻ, എല്ലാം നന്മയ്ക്കായി മാറ്റും സ്നേഹിതൻ. കാൽവരിയിൽ എൻ്റെ ശിക്ഷയേറ്റ രക്ഷകൻ, തുല്യമില്ല സ്നേഹത്തെ വാഴ്ത്തിടുന്നു ഞാൻ. എൻ്റെ യേശു എന്നും എനിക്കെത്ര നല്ലവൻ, എല്ലാം നന്മയ്ക്കായി മാറ്റും സ്നേഹിതൻ. കാൽവരിയിൽ എൻ്റെ ശിക്ഷയേറ്റ രക്ഷകൻ, തുല്യമില്ല സ്നേഹത്തെ വാഴ്ത്തിടുന്നു ഞാൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, എന്നുമെന്നും നടത്തുവാൻ മതിയായവൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, എന്നുമെന്നും നടത്തുവാൻ മതിയായവൻ. താഴ്വരയിൽ ദീപമായവൻ, ആർത്തനായി വിതുമ്പിയപ്പോൾ മിഴി തുടച്ചവൻ. മരണനിഴലിലും തിരുമാർവിലെന്നെയും കരുണയോടെ ചേർത്തണച്ചോമനിച്ചവൻ. കൂരിരുളിൻ താഴ്വരയിൽ ദീപമായവൻ, ആർത്തനായി വിതുമ്പിയപ്പോൾ മിഴി തുടച്ചവൻ. മരണനിഴലിലും തിരുമാർവിലെന്നെയും കരുണയോടെ ചേർത്തണച്ചോമനിച്ചവൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, അന്ത്യത്തോളം വഹിക്കുവാൻ മതിയായവൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, അന്ത്യത്തോളം വഹിക്കുവാൻ മതിയായവൻ. അനുഗ്രഹങ്ങൾ അനവരതം അനുഭവിക്കയിൽ, കാണുന്നതിൻ മറുവിലയാമരക്കുരിശതിൽ. തിരുനിണത്തിനാലൻ പാപം കഴുകി മാറ്റിയ അരുമനാഥനായി സമർപ്പിച്ചിടുന്നെന്നെയും. അനുഗ്രഹങ്ങൾ അനവരതം അനുഭവിക്കയിൽ, കാണുന്നതിൻ മറുവിലയാമരക്കുരിശതിൽ. തിരുനിണത്തിനാലൻ പാപം കഴുകി മാറ്റിയ അരുമനാഥനായി സമർപ്പിച്ചിടുന്നെന്നെയും. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, ക്രൂശിലെനിക്കായി മരിച്ച നല്ല ഇടയൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, ക്രൂശിലെനിക്കായി മരിച്ച നല്ല ഇടയൻ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 35 അധ്യായം 14 വാക്യം നമുക്ക് വായിക്കാം. ദൈവം അവന് വിട്ട് കയറിപ്പോയി. അവൻ തന്നോട് സംസാരിച്ചിടത്ത് യാക്കോബ് ഒരു കൽത്തൂൺ നിർത്തി, അതിന്മേലൊരു പാനീയാഗമൊഴിച്ച് എണ്ണയും പകർന്നു. ദൈവത്തിന് സ്തോത്രം. യാക്കോബ് ഒരു കൽത്തൂൺ നിർത്തി. നമ്മുടെ ചിന്താവിഷയം കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ നാം ചിന്തിച്ചത് യാക്കോബ് നാട്ടിയ കൽത്തൂണുകൾ എന്നുള്ളതാണ്. യാക്കോബ് നാട്ടിയ കൽത്തൂണുകൾ ഉൽപ്പത്തി പുസ്തകം 28 അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. 28 അധ്യായം 17 വാക്യം, യാക്കോബ് അധികാലത്ത് എഴുന്നേറ്റ് തലേണിയായി വെച്ചിരുന്ന കല്ലെടുത്ത് തൂണായി നിർത്തി, അതിന്മേൽ എണ്ണ ഒഴിച്ചു. 22 വാക്യം, ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിൻ്റെ ആലയവും ആകും. ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിൻ്റെ ആലയവുമാകും. യാക്കോവിൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ സമർപ്പണത്തിൻ്റെ കൽത്തൂണാണത്. ജീവിതത്തിൽ ഒരിക്കലായി സമർപ്പണം എടുക്കുന്നൊരനുഭവം. ആദ്യമായി ജീവിതം സത്യദൈവത്തിന് തിരുമുൻപാകെ സമർപ്പിക്കുകയാണ്. ദൈവസന്നിധിയിൽ ചില നേർച്ചകൾ നേരുകയാണ്, ചില പ്രതിഷ്ഠകൾ എടുക്കുകയാണ്, ചില ഉടമ്പടികൾ എടുക്കുകയാണ്, ദൈവത്തോട് വാക്ക് പറയുകയാണ്.
ദൈവസന്നിധി ഹൃദയം പകരുകയാണ്. യാക്കോബ് ദൈവത്തോട് വാക്ക് പറഞ്ഞ് ഹൃദയം പകർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. യാക്കോബ് അവിടെ ഒരു കൽത്തൂൺ നിർത്തി. തലയണയായി വെച്ചിരുന്ന കല്ലെടുത്ത് തൂണായി നിർത്തി. അത് നാം കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചതാണ്. അന്ന് യാക്കോബ് എടുത്ത ആ പ്രതിഷ്ഠ അത് വളരെ മഹത്തായ ഒരു അനുഭവമായിരുന്നു. എന്നാൽ 20 കൊല്ലത്തിന് ശേഷം യാക്കോബ് പിന്നെയും ഒരു കൽത്തൂൺ നിർത്തി. അതാണ് 31 അധ്യായം 46 വാക്യത്തിൽ നാം കണ്ടത്. 31 അധ്യായം 46 വാക്യം. കല്ല് കൂട്ടുവിനെന്ന് യാക്കോബ് തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു. അവർ കല്ലെടുത്ത് ഒരു കൂമ്പാരമുണ്ടാക്കി കൂമ്പാരത്തിന്മേൽ വെച്ച് അവർ ഭക്ഷണം കഴിച്ചു. 45, 46. അപ്പോൾ യാക്കോബ് ഒരു കല്ലെടുത്ത് തൂണായി നിർത്തി. കല്ല് കൂട്ടുവീൻ എന്ന് യാക്കോബിൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു. അവർ കല്ലെടുത്ത് ഒരു കൂമ്പാരമുണ്ടാക്കി കൂമ്പാരത്തിന്മേൽ വെച്ച് അവർ ഭക്ഷണം കഴിച്ചു. ലാബാൻ അതിന് യഗർ സാഹദൂത, സാക്ഷ്യത്തിൻ്റെ കൂമ്പാരം എന്ന് പേരിട്ടു. യാക്കോബ് അതിന് ഗലേദ്, സാക്ഷ്യത്തിൻ്റെ കൂമ്പാരം എന്ന് പേരിട്ടു. ഈ കൂമ്പാരം ഇന്ന് എനിക്കും നിനക്ക് മധ്യേ സാക്ഷി എന്ന് ലാബാൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. യാക്കോബ് അമ്മായപ്പനുമായി വ്യക്തമായ ഒരു വേർതിരിവിലേക്ക്, വളരെ കൃത്യമായൊരു വേർപാടിലേക്ക് വരുന്നതിനെ സൂചിപ്പിക്കുന്നതാണ് ഈ രണ്ടാമത്തെ കൽത്തൂണ്. മുമ്പ് 20 കൊല്ലം മുൻപ് ദൈവസന്നിധിയിൽ സമർപ്പണം എടുത്തു. അത് കഴിഞ്ഞ് ഇന്ന് യാക്കോബ് 20 കൊല്ലത്തിന് ശേഷം വീണ്ടും സമർപ്പണം എടുക്കുന്നു. ഇനി വിഗ്രഹാരാധിയുമായി യാതൊരു ചർച്ചയുമില്ല, അവിശ്വാസിയുമായി യാതൊരു ചർച്ചയുമില്ല, അവിശ്വാസത്തോടെ സത്യദൈവത്തെ വിശ്വസിക്കാതെ നിൽക്കുന്നവരുമായി യാതൊരു ബന്ധവുമില്ല. യാക്കോബ് വ്യക്തമായൊരു തീരുമാനമെടുത്തു. അതാണ് രണ്ടാമത്തെ തൂണ്. ദൈവത്തിന് സ്തോത്രം. അതിന് ഇരുപുറവും രണ്ടുപേരും നിന്നു. അന്ന് യാക്കോബ് പിന്മാറ്റക്കാരനാണ്. യാക്കോബ് പണ്ട് 20 കൊല്ലം മുൻപെടുത്ത സമർപ്പണത്തിൽ നിന്ന് വളരെ പുറകോട്ട് പോയിരിക്കുകയായിരുന്നു. തീരുമാനങ്ങളെല്ലാം പാളിപ്പോയിരുന്നു. അങ്ങനെ ഒരു തീരുമാനം എടുത്ത കാര്യം പോലും യാക്കോബ് മറന്നുപോയിരുന്നു. 20 കൊല്ലം ദൈവത്തെ അറിയാതെ ജീവിച്ചു. എന്നാൽ ഇപ്പോൾ യാക്കോബിന് വെളിച്ചം, ഒരു വെളിവ് കിട്ടിത്തുടങ്ങി. യാക്കോബ് ആ കല്ല് നാട്ടിയിട്ട് ഒരു വശത്ത് ലാബാൻ, ഇപ്പുറത്ത് യാക്കോബ്. ഒരു വശത്ത് അമ്മാവൻ, ഇപ്പുറത്ത് മരുമോൻ. ഒരു വശത്ത് അമ്മായപ്പൻ, ഇപ്പുറത്ത് മരുമകൻ. ഒരു വശത്ത് വിഗ്രഹാരാധി, ഇപ്പുറത്ത് പിന്മാറ്റക്കാരൻ. ആ കല്ല് നാട്ടി വ്യക്തമായി ഒരു വേർപാട് പാലിച്ചു. അനുഗ്രഹം ആരംഭിക്കാൻ തുടങ്ങുകയാണ്. മൂന്നാമത്തെ കൽത്തൂണാണ് നാം 35 അധ്യായം 14 വാക്യത്തിൽ ഇപ്പോൾ വായിക്കുന്നത്. മൂന്നാമത്തെ കൽത്തൂൺ. അവൻ തന്നോട് സംസാരിച്ചിടത്ത് യാക്കോബ് ഒരു കൽത്തൂൺ നിർത്തി അതിന്മേലൊരു പാനീയാഗമൊഴിച്ച് എണ്ണയും പകർന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം 20 കൊല്ലത്തിന് ശേഷം യാക്കോബിനോട് നേരിട്ട് സംസാരിക്കുകയാണ്. ദൈവം നേരിട്ട് പ്രത്യക്ഷനായി സംസാരിക്കുകയാണ്. അത് ഹൃദയത്തെ തൊടുന്നൊരു കാര്യമാണ്. സ്വർഗത്തിലെ ദൈവം ഭൂമിയിലെ നിസ്സാരനായ മനുഷ്യനോട് സംസാരിക്കുക. സ്വർഗത്തിലെ ദൈവം കാലാകാലങ്ങളിൽ അങ്ങനെയാണ്. അബ്രഹാമിനോട് സംസാരിച്ചു. അബ്രഹാമിന് പലവട്ടം പ്രത്യക്ഷനായി. ദൈവം അബ്രഹാമിനോട് സംസാരിച്ചു. നമുക്കൊന്നും മനസ്സിലാവില്ല. എനിക്ക് മനസ്സിലാകുന്നില്ല. എന്താണ് ഈ പറയുന്നത്? സ്വർഗത്തിലെ ദൈവം. ആരാണ് ഈ ദൈവം? ഒരിടത്തും ഒതുങ്ങാത്തവനായ ദൈവം. ഈ അണ്ടകടാഹത്തിൽ ഒരിടത്തും ഒതുങ്ങാത്തവനായ ദൈവം. ഈ സർവ്വപ്രപഞ്ചത്തിൻ്റെയും അധിപതിയും സൃഷ്ടാവും നിയന്താവുമായ ദൈവം വെറും മനുഷ്യ കീടത്തോട്, ഈ മനുഷ്യപ്പുഴുവിനോട്, ഈ നിസ്സാര മനുഷ്യനോട് ജീവനുള്ള ദൈവം സംസാരിക്കുകയെന്നോ, ദൈവം ഒരു മനുഷ്യൻ്റെ മുമ്പിൽ പ്രത്യക്ഷനാകുകയെന്നോ, ആർക്കും കാണാൻ വയ്യാത്തവനായ ദൈവം ഒരു മനുഷ്യൻ്റെ മുമ്പിൽ തൻ്റെ വചനമായി പ്രത്യക്ഷപ്പെടുക, ദൈവത്തിൻ്റെ വചനം ഇറങ്ങി വരിക. ഇതാണ് വലിയ കാഴ്ച. ദൈവം മനുഷ്യനോട് സംസാരിക്കുന്നു, വചനമായി മനുഷ്യനോട് ഇടപെടുന്നു. വചനമായ ദൈവം മനുഷ്യനോട് ഇടപെടുന്നു, മനുഷ്യനോട് സംസാരിക്കുന്നു. യാക്കോബിനോട് സംസാരിച്ചു. എന്താണ് യാക്കോബിനോട് സംസാരിച്ചത്? അത് അല്പം മുൻപ് നമുക്ക് കാണാം. 9 വാക്യം ഒന്ന് വായിച്ചാൽ കാണാം. യാക്കോബ് പദ്ദൻ അരാമിൽ നിന്ന് വന്ന ശേഷം ദൈവം അവന് പിന്നെയും പ്രത്യക്ഷനായി അവനെ അനുഗ്രഹിച്ചു. യാക്കോബ് പുറപ്പെട്ട് ഇത്രത്തോളം എത്തിയപ്പോൾ ദൈവം അവന് പ്രത്യക്ഷനായി അവനെ പിന്നെയും അനുഗ്രഹിച്ചു. വളരെ ഹൃദ്യമായൊരു വാക്കാണത്. പിന്നെയും അനുഗ്രഹിക്കുന്ന ദൈവം. ഒരിക്കൽ അനുഗ്രഹിച്ചതാണ്,
പക്ഷേ ഈ മനുഷ്യൻ പിന്നോട്ട് പോയി, അവൻ പിന്മാറിപ്പോയി. ഒരിക്കൽ അനുഗ്രഹം കിട്ടിയതാണ്, പക്ഷേ പിന്മാറിപ്പോയി. അവൻ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ മഹത്വം അറിയാതെ അവൻ ലോകത്തിൻ്റെ ഇമ്പങ്ങളുടെ പിറകെ ഓടി, ലോകത്തിൻ്റെ പ്രതാപത്തിൻ്റെ പിറകെ ഓടി. ആടുമാടുകൾ, ദാസിദാസന്മാർ, ഭാര്യമാർ, മക്കൾ, കൂടാരങ്ങൾ എല്ലാം സമ്പാദിച്ച് കൂട്ടുന്നു, ധാരാളമായി നേടുന്നു. ഈ മനുഷ്യൻ അവൻ ഈ ലോകത്തിലേക്ക് ആകമാനം ഇറങ്ങിപ്പോയിരിക്കുകയാണ്. അവന് കിട്ടിയ അനുഗ്രഹങ്ങൾ അവൻ വാസ്തവത്തിൽ നഷ്ടപ്പെടുത്തിയിരിക്കുകയായിരുന്നു. ഈ 20 കൊല്ലത്തെ നഷ്ടത്തിന് ശേഷം സ്വർഗത്തിലെ ദൈവം അവനെ മറന്നില്ല. അവൻ ദൈവത്തെ മറന്നിട്ടും ദൈവം അവനെ മറന്നില്ല. ദൈവം യാക്കോബിനെ മറന്നില്ല. ദൈവം യാക്കോബിന് പിന്നെയും പ്രത്യക്ഷനായി അവനെ അനുഗ്രഹിച്ചു. എന്തൊരു വാക്ക്! അനുഗ്രഹിച്ചു. പ്രത്യക്ഷനാകുന്നതെല്ലാം അനുഗ്രഹിക്കാനാണ്. നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ വചനമാകും ദൈവം നിങ്ങൾ പ്രത്യക്ഷനാവുകയാണ്. ദൈവം പ്രത്യക്ഷനാകുന്നെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കാൻ പോവുകയാണ്, നിങ്ങളെ അനുഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് അനുഗ്രഹമാണ് വേണ്ടത്? ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് അനുഗ്രഹമാണ് വേണ്ടത്? സ്വർഗത്തിലെ ദൈവത്തോട് നിങ്ങൾ പറയണം, കർത്താവേ, കഴിഞ്ഞ കാലങ്ങൾ പാഴാക്കി കളഞ്ഞവനാണ്, കഴിഞ്ഞ കാലങ്ങൾ ലാപ്സാക്കി കളഞ്ഞവനാണ്, കഴിഞ്ഞ കാലങ്ങൾ അബദ്ധം പറ്റിയവളാണ്, തെറ്റുകൾ പറ്റിയവളാണ്. നിന്നോട് വാക്ക് പറഞ്ഞതായിരുന്നു, നിൻ്റെ സന്നിധിയിൽ ഉടമ്പടി ചെയ്തതായിരുന്നു, കൽത്തൂൺ നാട്ടിയതായിരുന്നു, സമർപ്പണത്തിൻ്റെ കൽത്തൂൺ നാട്ടിയതായിരുന്നു, വീണ്ടും വേർപാടിൻ്റെ കൽത്തൂൺ നാട്ടിയതായിരുന്നു, ജീവിതത്തിൽ ചില പ്രതിഷ്ഠകൾ ഉണ്ടായിരുന്നു, വ്യക്തമായ ചില ഉടമ്പടികൾ ചെയ്തിരുന്നു. പക്ഷേ എല്ലാം തകർന്നു പോയല്ലോ കർത്താവേ, എല്ലാം തകർന്നു പോയല്ലോ. എല്ലാം നഷ്ടപ്പെട്ടവനായി ഞാനിപ്പോൾ തിരുമുൻപാകെ വരികയാണ്. നാഥ, വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് പ്രത്യക്ഷനായ ദൈവമേ, നീ ഇപ്പോൾ പിന്നെയും വചനമായി എൻ്റെ അടുക്കിലേക്ക് വരുന്നല്ലോ. നീ എന്നെ സ്നേഹിക്കുന്നല്ലോ, എന്നോട് നിനക്ക് മനസ്സിലവ് തോന്നുന്നല്ലോ. ഈ നിസ്സാര മനുഷ്യനെ നീ കരുതുന്നല്ലോ, എന്നെ സ്നേഹിച്ച് എൻ്റെ അരികിലേക്ക് നീ വരുന്നല്ലോ. യാക്കോബിനെ ദൈവം പിന്നെയും അനുഗ്രഹിച്ചു. ദൈവം പിന്നെയും അനുഗ്രഹിക്കുന്നവനാണ്. സ്നേഹിതരെ, നിങ്ങൾക്ക് കഴിഞ്ഞകാല ജീവിതത്തിൽ പാളിച്ചകൾ വന്നുവെങ്കിൽ നിങ്ങൾ നിരാശപ്പെടേണ്ട. നിങ്ങൾക്ക് അബദ്ധങ്ങൾ പറ്റിയെങ്കിൽ നിങ്ങളാരും തളരേണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പലതും പാഴാക്കി കളഞ്ഞെങ്കിലും, കനത്ത നഷ്ടങ്ങൾ നേരിട്ടെങ്കിലും നിങ്ങളാരും ഭാരപ്പെടേണ്ട, നിരാശപ്പെടേണ്ട, തളരേണ്ട, മ്ലാനരാകേണ്ട, നിങ്ങൾ വാടിപ്പോകേണ്ട. നിങ്ങൾക്ക് ഇനിയും അനുഗ്രഹം തരാൻ വചനമായ ദൈവം നിങ്ങൾക്ക് പ്രത്യക്ഷനാവുകയാണ്. വചനമായ ദൈവം നിങ്ങളുടെ അരികിലേക്ക് വരികയാണ്. അവൻ നിങ്ങളോട് സംസാരിക്കുകയാണ്, അവൻ നിങ്ങളോട് ഇടപെടുകയാണ്, അവൻ പിന്നെയും അനുഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പിന്നെയും അനുഗ്രഹിച്ചു. വേദപുസ്തകം വായിക്കുമ്പോൾ ഈ വാക്കുകൾ പിന്നെയും ആവർത്തിക്കുന്നത് കാണാം. ദൈവം ദാവീദിനെ പിന്നെയും അനുഗ്രഹിച്ചു. ദൈവം യോനയെ 2ാം പ്രാവശ്യം ദൈവം യോനയ്ക്ക് അരുളപ്പാട് കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. 1-ാം പ്രാവശ്യം കൊടുത്ത അരുളപ്പാട് നഷ്ടപ്പെടുത്തി കളഞ്ഞെങ്കിലും ദൈവം യോനയെ കൈവിട്ട് കളഞ്ഞില്ല. യഹോവയായ ദൈവം യോനയ്ക്ക് വീണ്ടും പ്രത്യക്ഷനായി അവൻ അരുളപ്പാട് കൊടുത്തു. ദൈവം വീണ്ടും അരുളപ്പാട് തരുന്നവനാണ്. ദൈവം ക്ഷമിക്കുന്നവനാണ്. ദൈവം സഹിക്കുന്നവനാണ്. ദൈവം പൊറുക്കുന്നവനാണ്. ദൈവം മറക്കുന്നവനാണ്. നിൻ്റെ അകൃത്യം ഞാൻ മറന്നു കളയുമെന്നാണ് കർത്താവ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, അവൻ്റെ പ്രസാദം ജീവപര്യന്തമുള്ളത്. സന്ധ്യയിങ്കൽ കരച്ചിൽ വന്ന് രാവാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ കരച്ചിൽ രാവാർക്കാൻ നിങ്ങളുടെ ഇടം കൊടുക്കുക. നിങ്ങൾ അനുതാപത്തിൻ്റെ കരച്ചിലുമായി ദൈവത്തിലേക്ക് ചെല്ലുക. സന്ധ്യാവേളയിൽ കരച്ചിൽ അതിഥിയായിട്ട് വരികയാണ്. അനുതാപത്തിൻ്റെ കരച്ചിലാണ് അതിഥിയായിട്ട് വിരുന്നുകാരനായി വരുന്നത്. രാത്രി വിരുന്നുകാരൻ വന്നു. രാത്രി വരുന്ന വിരുന്നുകാരൻ രാത്രി തിരികെ പോകാനുള്ളവനല്ല, അവൻ രാവാർക്കുന്നവനാണ്. രാത്രി മുഴുവൻ സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാവാർക്കും. രാത്രി മുഴുവനും കരച്ചിലാണ് കൂടെ. അനുതാപത്തിൻ്റെ കരച്ചിൽ. കഴിഞ്ഞ കാലങ്ങൾ നഷ്ടപ്പെടുത്തിയല്ലോ. അനുതാപത്തിൻ്റെ നെടുവീർപ്പുകൾ. കഴിഞ്ഞ കാലങ്ങൾ പാഴാക്കി കളഞ്ഞല്ലോ. ജീവിതത്തിൽ വന്നുപോയ പാളിച്ചകളെ ഓർത്തുള്ളതായ വേദനാഭരിതമായ നിമിഷങ്ങൾ. ദൈവത്തിന് സ്തോത്രം. എങ്ങലടിച്ചുകൊണ്ട് ദൈവ വൈതൽ കിടക്കയിൽ കിടക്കുകയാണ്. എൻ്റെ കട്ടിലിനെ എൻ്റെ കണ്ണീര് കൊണ്ട് നനയ്ക്കുന്നു എന്താ ഒരിക്കൽ 6-ാം സംഘത്തിൽ പറഞ്ഞു. കണ്ണീര് കൊണ്ട് കിടക്കയെ നനയ്ക്കുന്നു, കട്ടിലിനെ നനയ്ക്കുന്നു. കിടക്കുന്നു, പക്ഷെ ഉറങ്ങാൻ പറ്റുന്നില്ല. ഓലോല കണ്ണീരൊഴുക്കുകയാണ്. സീയോൻ പുത്രിയുടെ മതിലേ, രാവും പകലും വിശ്രമമായിരിക്കരുത്. സീയോൻ പുത്രിയുടെ മതിലേ, നീയേ ഓലോല കണ്ണീരൊഴുക്കുക. നിൻ്റെ മക്കളുടെ വേദനാകരമായ അനുഭവം കണ്ട്, അവരുടെ അവസ്ഥ കണ്ട്, അവരുടെ ദരിദ്രമായ അവസ്ഥ കണ്ട്,
അവരുടെ കഷ്ടപ്പാട് കണ്ട് നീ ഓലോല കണ്ണീരൊഴുക്കുക, വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറയും. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഞാൻ ഈ പറയുന്ന വാക്കുകൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ ജീവനുള്ള ദൈവം സമീപിക്കും. നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ അരികത്തേക്ക് കർത്താവ് വരുന്നതെന്ന് നിങ്ങൾ വിശ്വസിക്കുക. അവൻ നിങ്ങളുടെ അരികത്ത് വന്ന് നിങ്ങളുടെ അനുതാപത്തിൻ്റെ കണ്ണീര് കാണും. അവൻ നിങ്ങളുടെ അരികത്ത് വന്ന് പാഴായിപ്പോയ വർഷങ്ങൾക്ക് അവൻ നിങ്ങൾക്ക് പകരം തരും. വിട്ടിലും വെട്ടുക്കിളിയും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകുമെന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുക്കിളി തിന്നു, വെട്ടുക്കിളി ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു, വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു. ദൈവത്തിന് സ്തോത്രം. നല്ല കൃഷിയായിരുന്നു, എന്നാൽ അത് തുള്ളൻ എന്ന് പറയുന്ന ദുഷ്ടപ്രാണി വന്ന് എല്ലാം നശിപ്പിച്ച് കളയുന്നു. ഉടമസ്ഥന് സങ്കടമുണ്ട്, എല്ലാം പാഴായി പോകുന്നല്ലോ. പക്ഷേ തുള്ളൻ കുറച്ച് ശേഷിപ്പിച്ചു. എന്നാൽ രണ്ടാം പ്രാവശ്യം വന്നപ്പോൾ അതിൽ പ്രതീക്ഷയോടെയാണ് ഇപ്രാവശ്യം വന്നത്. തുള്ളൻ തിന്നതിന് ശേഷം കുറച്ചുണ്ടായിരുന്നല്ലോ, ആ പ്രതീക്ഷയോടെയാണ് വന്നത്. പക്ഷേ തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുക്കിളി തിന്നു. വെട്ടുക്കിളി ദുഷ്ടപ്രാണിയാണ്, ക്ഷുദ്രപ്രാണിയാണ്. അത് വന്നതിൻ്റെ പച്ചഭാഗങ്ങളെല്ലാം എല്ലാം തിന്നുകളയുന്നു. അതിൻ്റെ ഇലത്തണ്ടുകളെല്ലാം ഒടിഞ്ഞു തൂങ്ങിക്കിടക്കുന്നു. തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുക്കിളി തിന്നു. എന്നാൽ പിന്നെയും ആശയുണ്ട്. തണ്ടുണ്ടല്ലോ, ആ തണ്ട് അതിൽ പുതിയ നാമ്പുകൾ കിളിർത്തു വരും. ഒരു പ്രതീക്ഷയുണ്ട്. യജമാനൻ പിന്നെ വന്നു. അപ്പോഴുണ്ട് വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു. പച്ചപ്പുഴു എല്ലാം നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എല്ലാം നശിപ്പിച്ചു, പച്ചയായതെല്ലാം നശിപ്പിച്ചു. തുള്ളനും വെട്ടുക്കിളിയും വിട്ടിലും പച്ചപ്പുഴുവും. ദൈവത്തിന് സ്തോത്രം. ഈ 4 ക്ഷുദ്രപ്രാണികൾ എല്ലാം നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്നു. ജീവിതത്തിൽ നഷ്ടപ്പെട്ടവരെല്ലാം ഉണ്ട്. പല നഷ്ടങ്ങൾ. പൈസ നഷ്ടപ്പെട്ടവരുണ്ട്, ബിസിനസ്സിൽ നഷ്ടം വന്നവരുണ്ട്, ആരോഗ്യം നഷ്ടപ്പെട്ടവരുണ്ട്, കുടുംബസമാധാനം നഷ്ടപ്പെട്ടവരുണ്ട്, കുടുംബത്തിലെ സൗഖ്യവും സന്തോഷവും നഷ്ടപ്പെട്ടവരുണ്ട്, സ്നേഹം നഷ്ടപ്പെട്ടവരുണ്ട്. പ്രിയപ്പെട്ടവരെ, നഷ്ടത്തിൻ്റെ കണക്കല്ലേ നിങ്ങൾക്ക് പറയാനുള്ളത്? നഷ്ടമല്ലേ നിങ്ങൾക്ക് ഓർക്കാനുള്ളത്? നിങ്ങളുടെ പലരുടെയും ഹൃദയം വിഷാദഭരിതമല്ലേ? നിങ്ങളുടെ പലരുടെയും ഹൃദയം മ്ലാനത പൂണ്ടതല്ലേ? ഇന്ന് നിങ്ങളിത് കേൾക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, വചനം നിങ്ങളെ സമീപിക്കുകയാണ്. വചനമായി ദൈവം നിങ്ങൾക്ക് പ്രത്യക്ഷനാവുകയാണ്. ദൈവത്തിന് സ്തോത്രം. യോവേൽ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യം വായിക്കൂ. 1-ാം അധ്യായം 4-ാം വാക്യം വായിച്ചിട്ട് 2-ാം അധ്യായം 25-ാം വാക്യം വായിക്കൂ. അപ്പോൾ കാണാൻ ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ. യോവേൽ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യം. തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുക്കിളി തിന്നു, തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുക്കിളി തിന്നു, വെട്ടുക്കിളി ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു, വെട്ടുക്കിളി ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു, വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു, വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു. മദ്യപാനത്തിന് വേണ്ടി കുറക്കളഞ്ഞു. അതാണ് അടുത്ത വാക്യം. മദ്യപന്മാരെ ഉണരുവീൻ. ആ വാക്യം കൂടെ വായിക്കാം. മദ്യപന്മാരെ ഉണർന്ന് കരവീൻ, മദ്യപന്മാരെ ഉണർന്ന് കരയുവീൻ. മദ്യത്തിന് വേണ്ടി കുറേയേറെ നഷ്ടപ്പെടുത്തി. ഇന്ന് കരളിൻ്റെ രോഗം, ഇന്ന് ആമാശയത്തിൽ രോഗം, ഇന്ന് പല രോഗങ്ങൾ, ഇന്ന് ഹാർട്ടിന് തകരാറ്. എന്താണ് കാരണം? മദ്യപാനം കൊണ്ട് അങ്ങ് അകലെ കൂടി പോയ രോഗത്തെ ക്ഷണിച്ചു വരുത്തി ശരീരത്തിൽ കയറ്റിയിരുത്തി. ദുരാത്മബാധകളെ ശരീരത്തിലേക്ക് കയറ്റി, രോഗബാധകളെ ശരീരത്തിലേക്ക് കയറ്റി. കഞ്ചാവ്, അതല്ലെങ്കിൽ അതുപോലുള്ളതായ ദുശ്ശീലങ്ങൾ, എന്തെല്ലാം. പ്രിയപ്പെട്ടവരെ, ഈ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ ഹീറോയിൻ എന്ന് പറയുന്നതായ ഏതോ ഒരു തരം മയക്കുമരുന്നുകൾ, അത് കുത്തിവെച്ച് ശരീരം നശിക്കുന്നു, ബുദ്ധി നശിക്കുന്നു, കരൾ നശിക്കുന്നു, ശ്വാസകോശത്തിന് കേടുവരുത്തുന്നു, ഹൃദയത്തിന് ക്ഷീണം വരുത്തുന്നു, പലതരത്തിൽ രോഗങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നു. മദ്യപന്മാരെ ഉണർന്ന് കരയുവീൻ. ദൈവത്തിന് സ്തോത്രം. നഷ്ടങ്ങളുടെ കണക്കാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ തുള്ളനും വെട്ടുക്കിളിയും വിട്ടിലും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞതിനെ ഓർത്ത്, നഷ്ടത്തെ ഓർത്ത് നിങ്ങൾ നിരാശപ്പെടേണ്ട. 2-ാം അധ്യായം 25-ാം വാക്യം വായിക്കൂ. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായി വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. മഹാസൈന്യമായ തുള്ളനും വിട്ടിലും വെട്ടുക്കിളിയും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകുമെന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. കഴിഞ്ഞതെല്ലാം മാറ്റി പകരം തരാമെന്ന് കർത്താവ് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. യാക്കോവിന് ദൈവം പ്രത്യക്ഷപ്പെട്ടു. ദൈവം യാക്കോവിനെ പിന്നെയും അനുഗ്രഹിച്ചു. ദൈവത്തിന് സ്തോത്രം. യാക്കോവിനെ പിന്നെയും അനുഗ്രഹിച്ചു. എന്നിട്ട് ദൈവം അവനോട് പറയുകയാണ്. ആ പറയുന്ന വാക്ക് അത് അത്യന്തം ശ്രദ്ധേയമാണ്. ദൈവം അവനോട്, നിന്റെ പേര് യാക്കോബ് എന്നല്ലോ. അവനെ, നിന്റെ പേര് യാക്കോബ് എന്നല്ലേ? നിന്റെ പേര് യാക്കോബ് എന്നല്ലോ. ഇനി നിനക്ക് യാക്കോബ് എന്നല്ല, ഇസ്രായേൽ എന്ന് തന്നെ പേരാകണമെന്ന് കൽപ്പിച്ച് അവന് ഇസ്രായേൽ എന്ന് പേരിട്ടു. ദൈവത്തിന് സ്തോത്രം. അവനെ, ഞാൻ നിനക്കൊരു പുതിയ പേര് തന്നത് നിനക്ക് ഓർമ്മയുണ്ടോ? പക്ഷേ ആ പേര് നിന്നിൽ നിലനിന്നില്ല. നിനക്ക് ഞാൻ പുതിയ പേര് തന്നതായിരുന്നു. യാക്കോബ് എന്നുള്ള പേരെ മാറ്റി ഇസ്രായേൽ എന്നുള്ള പേര് ഞാൻ നിനക്ക് തന്നതായിരുന്നു. നീ ഓർക്കുന്നുണ്ടോ? ഈ യാബോക്ക് കടവിൽ വെച്ച് നാം തമ്മിൽ നേരിട്ട് ഇടപെട്ടത്.
നീ അതൊക്കെ മറന്നുപോയോ? ഉൽപ്പത്തി 32-ാം അധ്യായത്തിൽ യാബോക്ക് കടവിൽ വെച്ച് ദൈവം അഭിമുഖമായി യാക്കോബുമായി നേരിട്ട് നിന്ന് സംസാരിച്ച ഒരു രംഗം. ദൈവത്തിന് സ്തോത്രം. ദൈവം യാക്കോബിൻ്റെ സ്വയത്തെ ഇടിച്ച് തകർക്കാൻ യത്നിച്ച ഒരു രംഗം. യാക്കോബിൻ്റെ സെൽഫിനെ തകർത്ത് യാക്കോബിൻ്റെ ആത്മീയ മനുഷ്യനാക്കാൻ ദൈവം അധ്വാനിച്ചതായ അത്ഭുത നിമിഷങ്ങൾ. ദൈവത്തിന് സ്തോത്രം. അന്ന് ദൈവം യാക്കോബിനെ ഒരു വിധത്തിലും ജയിക്കാൻ പറ്റുന്നില്ല. യാക്കോബ് സ്വന്തം ശക്തിയിൽ ആശ്രയിച്ച് നിൽക്കുന്നു, സ്വന്തം ബലത്തിൽ ആശ്രയിച്ച് നിൽക്കുന്നു, സ്വന്തം കരുത്തിൽ ആശ്രയിച്ച് നിൽക്കുന്നു. യാക്കോബിൻ്റെ സ്വയം തകരുന്നില്ല, അവൻ്റെ സെൽഫ് ഉടയുന്നില്ല, അവൻ്റെ ഈഗോ താഴുന്നില്ല. ഇത് ദൈവം കണ്ടപ്പോൾ അവസാനം ദൈവത്തിന് സ്തോത്രം, നിത്യനായ ദൈവം തൻ്റെ കൈപ്പണിയായ മനുഷ്യൻ്റെ തുടമേലൊന്ന് തൊട്ടു. യാക്കോബിൻ്റെ തുടയുടെ തടത്തിൽ തൊട്ടപ്പോൾ അവിടെ ഉളുക്കിപ്പോയി. യാക്കോബിന് ഇനി ഓടി രക്ഷപ്പെടാൻ നിർവാഹമില്ല. അത് ഇനിയൊരവസരത്തിൽ നമുക്ക് പിന്നാലെ ചിന്തിക്കാം. പ്രിയപ്പെട്ടവരെ, യാക്കോബ് ഇപ്പോൾ ഇനി സ്വന്തം ശക്തിയിൽ രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ യാക്കോബ് ദൈവത്തെ കയറി പിടിച്ചു. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അന്ന് ദൈവം പറഞ്ഞു, നിൻ്റെ പേരെന്ത്? എൻ്റെ പേര് യാക്കോബ്. ഇനി നിൻ്റെ പേര് യാക്കോബ് എന്നല്ല, നിൻ്റെ പേര് ഇസ്രായേൽ എന്നാകും. ദൈവത്തിന് സ്തോത്രം. പേര് പുതിയത് കിട്ടിയതായിരുന്നു, പക്ഷേ അനുഭവിച്ചില്ല. അനേകം ദൈവമക്കൾക്ക് നല്ല നല്ല വാഗ്ദാനങ്ങൾ കിട്ടി, നല്ല നല്ല പ്രതീക്ഷകൾ കിട്ടി, നല്ല ശുശ്രൂഷകൾ കിട്ടി, അനുഗ്രഹീതമായ അനുഭവങ്ങൾ കിട്ടി, പക്ഷേ നിലനിൽക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവസ്നേഹം പകർന്നു കിട്ടി, പക്ഷേ നിലനിൽക്കുന്നില്ല. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സ്തുതിയുടെ വിശുദ്ധ അനുഭവം നിങ്ങൾക്ക് ലഭിച്ചു, പക്ഷേ നിലനിൽക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. പാത്രം കമഴ്ത്തി വെച്ചു എന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? പാത്രം കമഴ്ത്തി വെച്ചു, മഴ തെരുതെരെ പെയ്യുന്നുണ്ട്, നല്ല നല്ല മഴയാണ് പെയ്യുന്നത്. പക്ഷേ ഒരു പാത്രത്തിൽ വെള്ളം നിറയുന്നുണ്ട്, പാത്രം നിവൃത്തിയാണ് ഇരിക്കുന്നത്. മറ്റേ ബക്കറ്റിൽ വെള്ളം നിറയുന്നില്ല, ഒരിറ്റു പോലും വെള്ളമില്ല, പാത്രം കമഴ്ത്തി വെച്ചിരിക്കുകയാണ്. പേര് മാറിക്കിട്ടി, പക്ഷേ അനുഭവിച്ചില്ല. പാത്രമുണ്ട്, മഴയുണ്ട്, വെള്ളമുണ്ട്, പക്ഷേ പാത്രത്തിൽ ഒരു ഉള്ളി പോലും നിൽക്കുന്നില്ല, അങ്ങോട്ട് കടക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് പറയട്ടെ, അനേകം പേര് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവങ്ങൾ കണ്ടെത്താം. നിങ്ങൾക്കിതുവരെയും ലഭിച്ച അനുഗ്രഹങ്ങൾ നിലനിർത്താൻ പറ്റിയോ? ദൈവം തന്ന അനുഗ്രഹങ്ങൾ നിലനിർത്താൻ പറ്റിയോ? ദൈവം തന്ന പ്രതിഷ്ഠകൾ നിലനിർത്താൻ പറ്റിയോ? ദൈവം തന്ന സമർപ്പണങ്ങൾ നിലനിർത്താൻ പറ്റിയോ? എന്നാൽ ദൈവം പറയുന്നു, യാക്കോബിനോട് പറയുകയാണ്. ദൈവം പറയുന്നു, ഇനി നിനക്ക് യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് തന്നെ പേരാകണം. ദൈവത്തിൻ്റെ ആവശ്യം പോലെയാണ് ദൈവം പറയുന്നത്, യാക്കോബിൻ്റെ ആവശ്യം പോലെയല്ല. ഓ, ജീവനുള്ള ദൈവത്തിൻ്റെ സ്നേഹം. ദൈവം പറയുകയാണ്, ഇനി നിനക്ക് യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് തന്നെ പേരാകണം. ദൈവത്തിന് നിർബന്ധമാണത്. സ്നേഹിത, ഈ വാക്കുകൾ നീ കേൾക്കുമ്പോൾ നീ വിശ്വസിക്കൂ, ദൈവത്തിന് നിന്നെക്കുറിച്ച് ചില നിർബന്ധങ്ങളുണ്ട്. നിനക്കൊരു പുതിയ പേര് നിന്നിൽ കൊത്തിത്തരണം ദൈവത്തിന് നിർബന്ധമുണ്ട്. മുദ്രക്കൊത്തായി ഒരു പുതിയ പേര് നിനക്ക് തരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. പുതിയ പേര് നിനക്ക് തന്ന് നിന്നെ അനുഗ്രഹിപ്പാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഇനി നിൻ്റെ പേര് യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് തന്നെ ആകണം. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ ആശ എത്ര വലുതാണ്! നിത്യനായ ദൈവത്തിൻ്റെ ആശ. സ്നേഹിതരെ, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങളുടെ അരികത്ത് യേശു ഇപ്പോൾ വന്നിട്ടുണ്ട് എന്ന്? നിങ്ങളുടെ സമീപത്ത് യേശു നിൽക്കുന്നുണ്ട് എന്ന്? നിങ്ങളെ അവൻ പേർ ചൊല്ലി വിളിക്കുന്നുണ്ട് എന്ന്? നിങ്ങൾക്ക് പുതിയ പേര് തരുന്നു എന്ന്? നിങ്ങൾ പഴയ മനുഷ്യനല്ല, പുതിയ സൃഷ്ടിയാകാൻ പോവുകയാണ് എന്ന്? നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ രീതിയായ അനുഭവങ്ങൾ ലഭിക്കാൻ പോകുന്നു എന്ന്? പുതിയ അനുഭവങ്ങളുടെ സമ്പത്ത് നിങ്ങൾക്ക് തരാൻ പോകുന്നു എന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, സ്നേഹവാനായ ക്രിസ്തു നിങ്ങളുടെ അരികത്ത് വന്ന് നിന്നുകൊണ്ട് നിങ്ങളുടെ മുൻപിൽ നിങ്ങളെ സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട്, നിങ്ങളെ പേർ ചൊല്ലി വിളിച്ചുകൊണ്ട് നിങ്ങളുടെ അരികത്ത് വന്ന് നിങ്ങളെ അനുഗ്രഹിപ്പാൻ കരം നീട്ടുകയാണ്. നിങ്ങൾ വിശ്വസിക്കൂ, പുതിയ പേര് നിങ്ങൾക്ക് തരാൻ പോകുന്നു, പുതിയ പേര് നിങ്ങൾ നിക്ഷേപിക്കാൻ പോകുന്നു, പുതിയ പേരിൽ നിങ്ങളെ അറിയാൻ പോകുന്നു. ഇതുവരെ പുതിയ പേര് ലഭിച്ചെങ്കിലും ആ പുതിയ പേര് അനുഭവിച്ചില്ല. ദൈവം അന്ന് ഇനി നിൻ്റെ പേര് ഇസ്രായേൽ എന്നാകുമെന്ന് പറഞ്ഞെങ്കിലും പിന്നെയും യാക്കോബ് യാക്കോബ് എന്നാണ്. 32-ാം അധ്യായം മുതൽ 33, 34, 35-ാം അധ്യായത്തിൻ്റെ ഈ ഭാഗം വരെയും എല്ലാം ദൈവം യാക്കോബ് എന്നാണ് പറയുന്നത്, ഇസ്രായേൽ എന്ന് പറയുന്നില്ല. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇവിടെ വന്നപ്പോൾ ദൈവം പറഞ്ഞു, ഇനി നിൻ്റെ പേര് ഇസ്രായേൽ എന്ന് തന്നെ ആകണം. കർത്താവിന് സ്തോത്രം. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആശ നിറവേറ്റാൻ ആരെ മുന്നോട്ട് വരും? ദൈവത്തോട് വാക്ക് പറഞ്ഞവർ അനേകർ ഈ വാക്കുകളെ കേൾക്കുന്നില്ലയോ? ഒരിക്കൽ സമർപ്പണം എടുത്തവർ അനേകർ ഈ വാക്കുകളെ കേൾക്കുന്നില്ലയോ? ഒരിക്കൽ ദൈവസന്നിധിയിൽ പ്രതിഷ്ഠയെടുത്തവർ ഈ വാക്കുകളെ കേൾക്കുന്നില്ലയോ? മകനെ, നിന്നോട് പറയട്ടെ, യേശു നിന്നെ സ്നേഹിക്കുന്നു.
ചങ്കിലെ ചോരയൂറ്റി സ്നേഹിച്ചവൻ നിന്റെ അരികത്തേക്ക് വന്നിരിക്കുന്നു. തിരുവിലാവ് തുറന്ന്, ആ സ്നേഹമുള്ള ഹൃദയം തുറന്ന്, തിരുരക്തം വാർന്നൊലിച്ച് അവൻ വേദന കൊണ്ട് പിടയുമ്പോൾ അവൻ്റെ സ്നേഹത്തിൻ്റെ ശബ്ദമാണ് നീ കേൾക്കുന്നത്. പിതാവേ, ഇവർ ചെയ്യുന്നതിൻ്റെത് എന്ന് ഇവരറിയായിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ള സ്നേഹത്തിൻ്റെ സ്വരം, ആ വാത്സല്യമസൃണമായ സ്വരം, എല്ലാം ക്ഷമിക്കുന്ന സ്നേഹം, കഴിഞ്ഞ കാലങ്ങൾ മായ്ച്ചു തരുന്ന സ്നേഹം, എല്ലാം പൊറുക്കുന്ന സ്നേഹം, കടച്ചീട്ട് കീറിത്തരുന്ന സ്നേഹം, എല്ലാ കടച്ചീട്ടും കീറിത്തരുന്നു, എല്ലാ പാവവും ക്ഷമിച്ചു തരുന്നു, കഴിഞ്ഞകാല പിന്മാറ്റങ്ങൾ മാറ്റിത്തരുന്നു, പിന്മാറ്റം ചികിത്സിച്ച് സൗഖ്യമാക്കി തരുന്നു, ഗലയാദിലെ സൗന്ദര്യതൈലം പുരട്ടിത്തരുന്നു, ഗലയാദിലെ സുഗന്ധ കുഴമ്പ് നിൻ്റെ മേൽ പുരട്ടിത്തരുന്നു, നിൻ്റെ മുറിവിന് ഇടുവാൻ മരുന്നുണ്ട്, കുഴമ്പുണ്ട്, അത് നിനക്ക് തരികയാണ്. യിരെമ്യാവ് അതാണ് പറഞ്ഞത്. യിരെമ്യാ പ്രവാചകൻ കരഞ്ഞുകൊണ്ട് പറയുകയായിരുന്നു, നിൻ്റെ മുറിവിനിടുവാൻ മരുന്നില്ല, കുഴമ്പുമില്ല എന്ന് പറഞ്ഞ യിരെമ്യാ പ്രവാചകൻ തുടർന്ന് പറഞ്ഞു വരുമ്പോൾ ഇങ്ങനെയാണ് പ്രവചിക്കുന്നത്: ഗലയാദിൽ വൈദ്യനില്ലയോ, അവിടെ സുഗന്ധ തൈലമില്ലയോ, എൻ്റെ ജനത്തിന് പുത്രിക്ക് രോഗശമനം വരാതിരിക്കുന്നതെന്ത്? ഗലയാദിൽ വൈദ്യനുണ്ട്, ഗോകുൽത്തായിലെ കുരിശിൽ മരിച്ച രക്ഷകനുണ്ട്, യേശുക്രിസ്തുവിന് തിരുരക്തമുണ്ട്. ആരും രോഗസൗഖ്യം പ്രാപിക്കാതിരിക്കേണ്ട, ആരും പാവമോചനം പ്രാപിക്കാതിരിക്കേണ്ട, ആരും നരകത്തിലേക്ക് പോകണ്ട. ഏത് പിന്മാറ്റക്കാരനും തിരിച്ചു വരാം, ഏത് അവിശ്വാസിക്കും വിശ്വാസിയായി തീരാം, ഏതൊരു പാപിക്കും രക്ഷപ്പെടാം. യേശു നിന്നെ സ്നേഹിക്കുന്നുണ്ട്, അവന് തിരുവിലാവ് തുറന്നിട്ടുണ്ട്, അവൻ്റെ തിരുരക്തം വാതൊലിക്കുന്നുണ്ട്. അവൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാമോ പ്രിയപ്പെട്ടവരെ? അവൻ നിങ്ങൾക്ക് പുതിയ പേര് സ്ഥിരമായി നിക്ഷേപിച്ചു തരും. പുതിയ പേരിൽ നിങ്ങളെ അറിയാൻ തുടങ്ങും, പുതിയ പേരിൽ നിങ്ങൾ വിളിക്കാൻ തുടങ്ങും, പുതിയ അനുഭവം നിങ്ങൾക്ക് ലഭിക്കാൻ തുടങ്ങും. നിങ്ങൾ പുതിയ പേരിൻ്റെ അവകാശികളായി മാറാനിടയാകും. യേശുക്രിസ്തുവിൻ്റെ രക്തം നിങ്ങളുടെ മേൽ തളിക്കട്ടെ, യേശുവിൻ്റെ തിരുരക്തം നിങ്ങളുടെ മേൽ ഒഴുകട്ടെ, യേശുവിൻ്റെ തിരുരക്തം നിങ്ങളെ കഴുകട്ടെ, യേശുവിൻ്റെ തിരുരക്തം നിങ്ങളുടെ ബാധകൾ മാറ്റട്ടെ, യേശുവിൻ്റെ തിരുരക്തം നിങ്ങളുടെ ശാപങ്ങൾ ദൂരീകരിക്കട്ടെ, യേശുവിൻ്റെ തിരുരക്തം കഴിഞ്ഞകാല ജീവിതത്തിലെ പാളിച്ചകളെല്ലാം മാറ്റി പറിച്ചു തരട്ടെ, യേശുവിൻ്റെ തിരുരക്തം നിങ്ങളെ പുതിയ സൃഷ്ടിയാക്കി മാറ്റട്ടെ, യേശുവിൻ്റെ തിരുരക്തം നിങ്ങൾ പുതിയ പേര് തരട്ടെ, യേശുവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനെ, അൻപുള്ള രക്ഷിതാവേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ അതിമനോഹരമായ സമയത്തിനായി സ്തോത്രം, തിരുസാന്നിധ്യത്തിനായി സ്തോത്രം. കർത്താവേ, മാലാഖമാർ ഉറ്റുനോക്കുന്നതിനായി സ്തോത്രം, സ്വർഗം തുറന്നിരിക്കുന്നതിനായി സ്തോത്രം. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവനവരോടുകൂടെ വസിക്കും, അവനവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും, അവനവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. അപ്പോൾ കണ്ണുനീര് തുടയ്ക്കുന്ന പരിശുദ്ധ കരങ്ങൾക്കായി സ്തോത്രം. അവിടുത്തെ കൃപ ഞങ്ങളെ തലോടുന്നതിനായി സ്തോത്രം. എല്ലാവരെയും വാഴ്ത്തണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.